إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 35-ാമത്തെ ആയത്ത്. ഇമ്രാൻ കുടുംബത്തിന്റെ ചരിത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ഇത് ഖാലത്ത് ഇംറഅത്തു ഇമ്രാൻ, ഇമ്രാന്റെ സ്ത്രീ അതായത് ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം, റബ്ബി എന്റെ റബ്ബേ, ഇന്നി നദർതു ഞാൻ നിശ്ചയമായും നേർച്ച നേർന്നിരിക്കുന്നു, ലക അല്ലാഹുവേ നിനക്ക്, മാഫി ബത്നി എന്റെ വയറിലുള്ളതിന്, എന്റെ വയറിലുള്ളതിന് എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിന് ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു. അക്കാലത്തൊരു പതിവുണ്ടായിരുന്നു, ബൈത്തുൽ മുഖദ്ദസിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അവിടെ ആരാധനകൾ നിർവഹിക്കുന്നതിന് വേണ്ടി കുട്ടികളെ നേർച്ചയാക്കുന്ന ഒരു പതിവ് അന്ന് ആ ബനി ഇസ്രായേലുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. ആ അടിസ്ഥാനത്തിലാണ് സ്വന്തം വയറിൽ കിടക്കുന്ന കുഞ്ഞിനെ തന്നെ ഈ ഇമ്രാന്റെ ഭാര്യ എന്ന് പറയുന്ന ഹന്ന ബീവി നേർച്ചയാക്കുന്നത്. അത് എങ്ങനെയാണ് ആ നേർച്ച? മുഹററൻ സ്വതന്ത്രനായിക്കൊണ്ട്, സ്വതന്ത്രമാക്കപ്പെട്ട നിലയിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ബൈത്തുൽ മുഖദ്ദസിന്റെ സേവകനായി കൊണ്ടു തന്നെ. ഫതഖബ്ബൽ മിന്നി എന്നിൽ നിന്നും ഇത് സ്വീകരിക്കണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഹന്ന ബീവി. എന്നക നിശ്ചയമായും നീ അന്തസ്സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമല്ലേ, അതുകൊണ്ട് എന്നിൽ നിന്നുള്ള ഈ നേർച്ച നീ സ്വീകരിക്കണമേ എന്ന് ഹന്ന ബീവി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ഇതിന്റെ സന്ദർഭം. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആ കുട്ടിയെ പ്രസവശേഷം അവിടെ കൊണ്ടാക്കുകയാണ്. അതിന്റെ ചരിത്രം അടുത്ത ആയത്തുകളിൽ വിശദീകരിച്ചു വരുന്നുണ്ട്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.